ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ട് ദോശയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയർ പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഗ്ലാസ്സോളം ഉണ്ട്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു തവി ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കായ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ എല്ലാ ചേരുവകളും മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇത് കഴുകി ഇതുപോലെ കുതിർത്ത് വെച്ചാൽ മതി കുറച്ച് മുന്നേ. ഓക്കെ, ഓവർനൈറ്റൊന്നും കുതിർക്കണമെന്നില്ല കേട്ടോ. പരിപ്പ് പെട്ടെന്ന് ഇതായി സോഫ്റ്റായി വരും. അതിനകത്തേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ സ്മൂത്ത് പേസ്റ്റായി അരച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായം കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കാം, ഒരു 3/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഉപ്പൊക്കെ പാകം നോക്കി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇനി നമുക്ക് സാധാരണ കല്ലുണ്ടല്ലോ, ദോശ കല്ലിലാക്കണം. ഇത് നോൺ സ്റ്റിക്കിലാക്കുന്നതിനേക്കാളും ടേസ്റ്റ് കല്ലിലാക്കുന്നതായിരിക്കും. അപ്പം ഞാനത് വെളിച്ചെണ്ണ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് ഇതുപോലെ നല്ല നമ്മൾ സാധാരണ ചുടുന്ന പോലെ ദോശ ആക്കി എടുക്കുക. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയും കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്യുക, അതുപോലെ നെയ്യും ആഡ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യ് മാത്രം ആഡ് ചെയ്താൽ മതി, എണ്ണ കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് രണ്ട് സൈഡും നമുക്കൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. ഇത് ഞാൻ വൈറ്റ് ചട്നിയിൽ ഒന്നിച്ചാണ് സെർവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്